ഇടക്കാലത്തെ ശാന്തതയ്ക്ക് ശേഷം കംബോഡിയ തായ്ലൻഡ് അതിർത്തി വീണ്ടും സംഘർഷഭരിതമാകുന്നു. കംബോഡിയയുടെ ആക്രമണത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും നിരവധി സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെ കംബോഡിയൻ സൈനിക താവളങ്ങൾക്ക് നേരെ തായ്ലൻഡ് വ്യോമാക്രമണം നടത്തി. വെടിനിർത്തൽ ധാരണ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് ഇരു രാജ്യങ്ങളും ആക്രമണം നടത്തിയത്. ഉപോൻ രാജധാനി പ്രവിശ്യയിൽ കംബോഡിയൻ സൈന്യം തായ് സൈന്യത്തിന് നേരെ വെടിവെയ്പ് നടത്തിയതോടെയാണ് തിങ്കളാഴ്ച രാവിലെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷം വീണ്ടും ആരംഭിച്ചതെന്നാണ് തായ്ലൻഡ് ആരോപിച്ചത്. എന്നാൽ തായ്ലൻഡിന്റെ വാദങ്ങൾ കംബോഡിയ തള്ളി. പ്രിഹി വിഹാർ, ഒഡാർ മെൻചെ എന്നിവിടങ്ങളിലെ അതിർത്തി പ്രവിശ്യകളിൽ തായ് സൈന്യമാണ് ആദ്യം ആക്രമണം നടത്തിയതെന്നും കംബോഡിയ ആരോപിച്ചു. കംബോഡിയയിൽ വ്യോമാക്രമണം നടത്തിയെന്ന് തായ്ലൻഡ് സ്ഥിരീകരിച്ചു. തായ്ലൻഡിന്റെ ദേശീയ സുരക്ഷയ്ക്കും അതിർത്തിയിലെ സാധാരണക്കാരുടെ സുരക്ഷയ്ക്കും ഭീഷണി ഉയർത്തിയതോടെയാണ് ആക്രമണം നടത്തിയതെന്ന് റോയൽ തായ് എയർഫോഴ്സ് വക്താവ് എയർ മാർഷൽ ജാക്രറ്റ് താൻമിച്ചി പറഞ്ഞു. അതിർത്തിയിൽ കംബോഡിയ വൻതോതിൽ ആയുധവിന്യാസം നടത്തുകയും സൈനികരെ വിന്യസിക്കുകയും ചെയ്തിരുന്നതായി തായ്ലൻഡ് പറയുന്നു. വൻതോതിലുള്ള ആക്രമണത്തിനാണ് കംബോഡിയ തയ്യാറെടുത്തിരുന്നതെന്നും അവർ ആരോപിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾ കർശനമായി പാലിച്ചാണ് കംബോഡിയയിലേക്ക് ആക്രമണം നടത്തിയതെന്നും എയർ മാർഷൽ അവകാശപ്പെട്ടു. കംബോഡിയയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ, കമാൻഡ് സെന്ററുകൾ, ലോജിസ്റ്റിക് റൂട്ടുകൾ എന്നിവ ഉൾപ്പെടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളിൽ മാത്രമാണ് ആക്രമണം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. തായ് കംബോഡിയ അതിർത്തിയിലെ ഏറ്റവും ഗുരുതരമായ സംഘർഷങ്ങളിലൊന്നാണ് ഇപ്പോൾ അരങ്ങേറിയതെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. നയതന്ത്ര തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ സംഘർഷം യുദ്ധത്തിലേക്ക് വഴിതെളിക്കുമെന്ന് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.